So, hello and welcome back to Anais Academy. 14th August 2024 ഹിന്ദു ആർട്ടിക്കിളാണ്. ഓക്കെ, നമ്മളത് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ, CBI ടേക്സ് ഓവർ പ്രോബ് ഇൻ ടു ഡോക്ടേഴ്സ് മർഡർ. അപ്പോൾ ഇത് റീസെൻ്റായിട്ട് കൊൽക്കത്തയിൽ നടന്നിരിക്കുന്ന മർഡറെ ബന്ധപ്പെട്ടിരിക്കുന്നൊരു ആർട്ടിക്കിളാണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളൊന്നും ഇതിനകത്തൊന്നും നമുക്ക് നോട്ട് ഡൗൺ ചെയ്യാനില്ല. CBIയിലേക്ക് കേസ് മാറ്റിക്കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ആർട്ടിക്കിൾസ് മനസ്സിലാക്കേണ്ടതുള്ളത്. UPSC പെർസ്പെക്റ്റീവിൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് ആർട്ടിക്കിൾസിൽ നോക്കാനില്ല. സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ നോക്കാനുള്ളത് ഇഷ്യൂവൻസ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ഫോർ ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻ ഹിറ്റ് ബൈ ഗ്ലിച്ച് ഇൻ CRS പോർട്ടൽ. ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം. സോ ഈ ഒരു CRS പോർട്ടലിലൂടെയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സിസ്റ്റം പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ആ ഒരു കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. CRS പോർട്ടൽ എന്താണെന്നുള്ളതും ആ പോർട്ടൽ മുഖേന എങ്ങനെയാണ് രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യങ്ങളും. സോ ഈ ആർട്ടിക്കിൾസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, CRS പോർട്ടൽ ഉണ്ടായിരിക്കുന്ന ഗ്ലിച്ചസ് കൊണ്ട് ഒരുപാട് ഇപ്പം സൗത്ത് ഇന്ത്യൻ റീജിയനിലാണെന്നുണ്ടെങ്കിലും ഡെത്ത് അതുപോലെ തന്നെ ബർത്ത് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. ഓക്കെ, അതിൽ മറ്റൊരു ആക്ട് പറയുന്നത് രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്സ് അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2023. ഓക്കെ, ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിലാണ് ഈ CRS പോർട്ടലിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതും വർക്ക് ചെയ്യുന്നതും. സോ ആ ഒരു ആക്ടിൻ്റെ അണ്ടറിലാണ് നമ്മൾ ഡെത്ത് ആൻഡ് ബർത്ത് രജിസ്ട്രേഷൻസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സോ രണ്ട് ആർട്ടിക്കിൾസ് മാത്രമാണ് നമുക്ക് ഫ്രണ്ട് പേജിൽ നിന്ന് നോക്കാനുള്ളത്. മൂവിങ് ഓൺ ടു ന്യൂസ് പേജ്. ഇതിൽ ആർട്ടിക്കിൾ പറയുന്നത് മലേഷ്യൻ PM ജപ്പാനീസ് മിനിസ്റ്റേഴ്സ് സെറ്റ് ടു വിസിറ്റ് ന്യൂഡൽഹി നെക്സ്റ്റ് വീക്ക്. അപ്പം ഡൽഹി നെക്സ്റ്റ് ലെവൽ ഇന്ത്യ ജപ്പാൻ 2+2 മിനിസ്റ്റേറിയൽ മീറ്റിംഗ് നടത്താൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് 2+2 എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പലപ്പോഴും കേട്ട് കാണും. 2+2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺട്രിയിൽ നിന്ന് ബൈലാറ്ററൽ മീറ്റിങ്ങുകളായിരിക്കും. ഒരു കൺട്രിയുടെ 2 പേര്, ഇപ്പോൾ 2 മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. സോ മറ്റ് കൺട്രിയുടെ 2 മിനിസ്റ്റേഴ്സ്, ഇതാണ് 2+2 മീറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഫോറിൻ മിനിസ്റ്റർ ആൻഡ് ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കും. ജപ്പാനിലെ ഫോറിൻ ആൻഡ് ഡിഫൻസ് മിനിസ്റ്റർ ആൻഡ് ഇന്ത്യയുടെ ഫോറിൻ ആൻഡ് ഡിഫൻസ് മിനിസ്റ്ററുടെ മീറ്റിംഗ് ആണ്. ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ പറഞ്ഞുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ജപ്പാൻ കോർഡിനേഷൻ അതുപോലെ തന്നെ ക്വാഡ് സമ്മിറ്റിൻ്റെ നെക്സ്റ്റ് ലെവൽ മീറ്റിങ്ങിലേക്കുള്ള ഒരു ചർച്ചയായിരിക്കുമെന്നാണ് പറയുന്നത്. ബിക്കോസ് ഓൾറെഡി ബംഗ്ലാദേശ് റീജിയണിൽ ഇഷ്യൂസുകൾ ടെർമോയിൽസ് നടക്കുന്നത് കൊണ്ട് തന്നെ ഇന്തോ പസഫിക് റീജിയണിൽ ഒരു ഇൻസ്റ്റബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സെയിം ടൈം ഇതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ആർട്ടിക്കിളാണ്, മറ്റൊരു പോയിൻ്റാണ് ഉക്രൈനിയൻ വിസിറ്റ്. പ്രൈം മിനിസ്റ്ററിൻ്റെ പോളണ്ട് ആൻഡ് ഉക്രൈൻ വിസിറ്റ്. ദാറ്റ് മീൻസ് റഷ്യയുടെ ഇൻവാഷന് ശേഷം 2022 ശേഷം ആദ്യമായിട്ടാണ് പ്രൈം മിനിസ്റ്റർ പോളണ്ട് ആൻഡ് ഉക്രൈനിലേക്ക് പോകുന്നത്. ഓക്കെ, സോ എന്തിനാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റാൻഡ് എന്താണെന്ന്, ഈ വാറിനെതിരെയുള്ള ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ജസ്റ്റ് ഒരു മീറ്റിങ്ങിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, കൂടുതലൊന്നും വന്നിട്ടില്ല. മീറ്റിങ്ങിന് ശേഷമായിരിക്കും ഫർദർ ഡീറ്റെയിൽസ് വരുന്നത്. ദെൻ നിങ്ങൾക്ക് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവിടെ ഒരു ആർട്ടിക്കിൾ ഉള്ളത് തരംഗ് ശക്തി. ഓക്കെ, തരംഗ് ശക്തി എന്ന് പറയുന്ന എക്സസൈസ് ഒരു ബൈനിയൽ ഇവൻ്റ് ആണ്. IAF ഇന്ത്യൻ എയർഫോഴ്സ് ആണ് അത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ എയർഫോഴ്സ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ലാർജസ്റ്റ് ആയിട്ടുള്ള മൾട്ടിലാറ്ററൽ എയർ എക്സസൈസ് ആണ് തരംഗ് ശക്തി. അപ്പോൾ തരംഗ് ശക്തി എന്താണ്? ഒരു മൾട്ടിലാറ്ററൽ എയർ എക്സസൈസ് ആണ് കണ്ടക്റ്റഡ് ബൈ ഇന്ത്യൻ എയർഫോഴ്സ്. ഓക്കെ, then moving on to next article, ILO to help farmers eliminate child labor, forced work in cotton fields. അപ്പം റീസെൻ്റായിട്ട് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, സോ രണ്ടും ചേർന്നിട്ട് വർക്കേഴ്സ്, അതായത് കോട്ടൺ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു വർക്കിംഗ് കണ്ടീഷൻസ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരൊരു പുതിയ പ്രൊജക്റ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലും ഈ കോട്ടൺ കൾട്ടിവേഷൻ ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊജക്റ്റിനോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ ഫോക്കസ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ് ലേബർ. ഇപ്പോൾ കോട്ടൺ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ചൈൽഡ് ലേബർ എലിമിനേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവിടെ ഒരു വർക്കിംഗ് കണ്ടീഷൻസ് എൻഷുർ ചെയ്യുന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ILOയുടെ ഈ ഒരു അജണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രൊമോട്ട് ഫ്രീഡം, ഇക്വിറ്റി ആൻഡ് ഡിഗ്നിറ്റി. ഓക്കെ, ദാറ്റ് മീൻസ് എക്കണോമിക് ഗ്രോത്ത്,
ഷുഡ് ബി നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് ഡീസൻറ്റ് വർക്ക്. ഇപ്പോൾ എക്കണോമിക് ബെനിഫിറ്റുകൾ ILO പറഞ്ഞിരിക്കുന്ന കാരണം എന്ന് വെച്ചാൽ എക്കണോമിക് ബെനിഫിറ്റുകൾ ആവശ്യമാണ്, ബട്ട് ഒരിക്കലും അത് നമ്മളെ വർക്ക് ഡീസൻസി കുറച്ചിട്ടായിരിക്കരുത്. അവരുടെ വർക്കേഴ്സിൻ്റെ എന്താണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യണമെന്നാണ് ILO പറഞ്ഞിട്ടുള്ളത്. സോ ഇതാണ് ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ഈ ആർട്ടിക്കിൾസ് മനസ്സിലാക്കാനുള്ളൂ. സോ ആസ് ഓഫ് നൗ നമുക്ക് വേണമെങ്കിൽ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യും. ഇതിൽ നിന്ന് ആർട്ടിക്കിൾസ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് റീസെൻ്റ് ആയിട്ട് കോട്ടൺ ഫീൽഡിൽ ILOയുടെ തീരുമാനം മാത്രം ജസ്റ്റ് 2 ലൈനിൽ എഴുതി വെക്കുക. പിന്നീട് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് ILO, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതും അതിൽ ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻസ് കാര്യങ്ങളൊക്കെ മാത്രം നോക്കാം. ഓക്കെ, ഒരുപാട് പൊളിറ്റിക്കൽ ന്യൂസാണ്. ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ, DRDO ക്യാരീസ് ഔട്ട് ഫ്ലൈറ്റ് ടെസ്റ്റ് ഓഫ് ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ്. അപ്പോൾ DRDO എന്താണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഒരു മെയ്ഡൻ ഫ്ലൈറ്റ് ടെസ്റ്റ്, ദാറ്റ് മീൻസ് ഒരു ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് LRGB എന്ന് പറയും. LRGB ഗൗരവ്. ഓക്കെ, പേര് നോക്കുക, ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് ഗൗരവ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ടെസ്റ്റ് ഫയർ നടത്തിയിട്ടുണ്ടായിരുന്നു അറൗണ്ട് സുഖോയ് 13 MK1 ഫൈറ്റർ ജെറ്റിൽ നിന്നാണ്. അപ്പോൾ DRDO ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ എന്താണിത്? ഇതൊരു ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബാണ്. അപ്പോൾ ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസൈസ് ലൊക്കേഷൻസിലേക്ക് പോയി ഹിറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൻ്റെ പേര് നോക്കുക, ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് ഗൗരവ് എന്നാണ്. ഓക്കെ, അറൗണ്ട് ഒരു 1000 kg ക്ലാസ്സിൽ വരുന്ന ഒരു ബോംബാണ്. ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് DRDO ഡെവലപ്പ് ചെയ്തു, അത് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രിസൈസ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് ഇത് പോയി ആ ഒരു എന്താണ് എനിമീസിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ടാർജറ്റ് എറക്റ്റഡ് അറ്റ് ലോങ് വീലേഴ്സ് ഐലൻഡ്സ്. അപ്പോൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ലോങ് വീലേഴ്സ് ഐലൻഡിലാണെന്നു നമ്മൾ ടാർഗറ്റിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് മാപ്പിൽ ഈ ലോങ് വീലേഴ്സ് ഐലൻഡ് എവിടെയാണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഇതിൽ നോക്കേണ്ട കാര്യം DRDO ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബോംബ് എന്താണ്, ആ ബോംബിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ പേര്, അത് ഏത് ക്ലാസ്സിലാണ്. ഇപ്പോൾ 1000 kg ക്ലാസ്സിലാണ് ഈ ഗ്ലൈഡ് ബോംബ് വെച്ചിട്ടുള്ളത്. പിന്നീട് മാപ്പ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ലോങ് വീലേഴ്സ് ഐലൻഡ്സ് ഫോക്കസ് ചെയ്യാം. ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ, പ്ലീ അഗെയിൻസ്റ്റ് എക്സ്ക്ലൂഷൻ ഓഫ് പ്രൊവിഷൻ ഓഫ് അൺനാച്ചുറൽ സെക്സ്. സോ ഇതിൽ നമ്മുടെ റീസെൻ്റ് ആയിരുന്നു ഭാരതീയ ന്യായ സംഹിത, IPCനെ റീപ്ലേസ് ചെയ്തിട്ടായിരുന്നു ഭാരതീയ ന്യായ സംഹിത വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ അൺനാച്ചുറൽ സെക്സിന് പറ്റിയുള്ളത് ദാറ്റ് മീൻസ് ആർട്ടിക്കിൾ 377 ഒക്കെ നമ്മൾ IPCയിൽ നിന്ന് റീസെൻ്റ് ആയിട്ട് സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു ആർട്ടിക്കിൾസിൽ ഈ ഒരു BNSൻ്റെ അകത്ത് അത് എക്സ്ക്ലൂഡ് ചെയ്തു, അല്ലെങ്കിൽ അതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നില്ല എന്നുള്ള ഈ ഒരു ആർട്ടിക്കിൾ പറഞ്ഞത്. സോ ബേസിക്കലി അൺനാച്ചുറൽ സെക്സ് 377 ഇതിനകത്ത് മെൻഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൂടുതലും എഫക്റ്റ് ചെയ്യുന്ന ആരെയായിരിക്കും? LGBTQ കമ്മ്യൂണിറ്റിനേക്കായിരിക്കും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആർട്ടിക്കിൾ 377 അൺനാച്ചുറൽ ഒഫൻസസ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സുപ്രീം കോർട്ട് 2018 തോന്നുന്നു. അപ്പോൾ അത് ഈ ഒരു BNS ഭാരതീയ ന്യായ സംഹിതയിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ, എഗ് ഓർ സ്പേം ഡോണർ ഹാസ് നോ ലീഗൽ റൈറ്റ് ഓൺ ചൈൽഡ്. ഇപ്പോൾ നമ്മൾ എഗ് ഡോണേഴ്സ് ആയിക്കോട്ടെ അതുപോലെ തന്നെ സ്പേം ഡോണേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് ഒരു കാരണവശാലും ആ ഉണ്ടാകുന്ന ചൈൽഡിൽ നമുക്ക് എന്താണ് എഗ് ഡോൺ ചെയ്യുന്നത്. ഇപ്പം വുമൻസ് ആണെന്നുണ്ടെങ്കിൽ എഗ് ഡോൺ ചെയ്യും, മെയിൽസ് ആണെങ്കിൽ സ്പേം ഡൊണേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെ ഉണ്ടാവുന്ന കുട്ടികൾക്ക് ഒരു കാരണവശാലും ഒരു ലീഗൽ റൈറ്റ്, ആ കുട്ടിയുടെ മേലിൽ ലീഗൽ റൈറ്റ് ഡോണേഴ്സിന് ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് അങ്ങനത്തെ ഒരു കേസ് മദ്രാസ് ഹൈക്കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു. തന്മി സെറോഗസിയിലൂടെ ഒരു എന്താണ് ഒരു എഗ്ഗ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എഗ്ഗ് ഡൊണേഷൻ സ്വീകരിച്ച ആൾ ആ കുട്ടിയുടെ അമ്മയാണെന്നുള്ള നല്ലൊരു കേസ് നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ ഒരു ബോംബെ ഹൈക്കോടതിയിൽ വന്നിരിക്കുന്ന ഒരു ഇഷ്യൂ എന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് അവർ പറഞ്ഞുള്ള കാര്യം, എഗ് ഓർ സ്പേം ഡോണേഴ്സ് ഹാസ് നോ ലീഗൽ റൈറ്റ് ഓൺ ചൈൽഡ്, ഒരിക്കലും ഒരു ലീഗൽ റൈറ്റ് ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതെങ്ങനെയാണ് അത് ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ജഡ്ജസ് റെഫർ ടു നാഷണൽ ഗൈഡ് ലൈൻസ് ഫോർ അക്രഡിറ്റേഷൻ, സൂപ്പർവിഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ആർട്ട്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ക്ലിനിക്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആക്ട് മുഖേനയാണ് ഈ ഒരു കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സെറോഗസിക്ക് മറ്റൊരു ആക്ട് ഉണ്ട്. അപ്പം ഇതിൽ എങ്ങനെയാണെന്ന കാര്യം, ദാറ്റ് മീൻസ് ലീഗൽ റൈറ്റ് എൻഷുർ ചെയ്യാതിരിക്കാനുള്ള ഒരു ആക്ട് മാത്രമാണ് നമുക്ക് ഇതിൽ ഫോക്കസ് ചെയ്യാനുള്ളത്. Then moving on to SC clauses contempt proceedings against രാംദേവ് പതഞ്ജലി. ഓക്കെ, പതഞ്ജലിയുടെ ഇഷ്യൂ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. അതിൽ നമുക്ക് ആകെ ഫോക്കസ് ചെയ്യുന്നത് വയലേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട്. ഈ ഒരു ആക്ട് മാത്രം ഫോക്കസ് ചെയ്യാം. ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് എന്താണ് ഈ ആക്ട് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമായിട്ടില്ല.
Then moving on to next article, Kiran Rijiju launches portal for Geo-Parsi scheme. അപ്പോൾ എന്താണ് ജിയോ പാർസി സ്കീം എന്നുള്ളൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ് ജിയോ പാർസി സ്കീം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്താണ് സെൻട്രൽ സെക്ടർ സ്കീം, എന്താണ് സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്നുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളുടെ നോട്ടിൽ ഉണ്ടായിരിക്കണം ഈ നോട്ട് ചെയ്യുന്ന സമയത്ത്. സെൻട്രൽ സെക്ടർ ആൻഡ് സെൻട്രൽ സ്പോൺസേഡ് സ്കീം എന്നുള്ള കാര്യം. അപ്പോൾ പാഴ്സി കമ്മ്യൂണിറ്റീസിൻ്റെ അകത്തുള്ള പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് കിരൺ റിജ്ജു, ഓക്കെ, യൂണിയൻ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ കിരൺ റിജ്ജു കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയൊരു പ്രോഗ്രാമാണ് ജിയോ പാർസി സ്കീം എന്നുള്ളത്. ഓക്കെ, ദാറ്റ് മീൻസ് അവരുടെ പോപ്പുലേഷൻ കുറയുന്നത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് പാനൽ മീറ്റ്സ് ദളിത് ഇൻ്റലക്ച്വൽസ് ഓവർ വെർഡിക്റ്റ് ഓൺ സബ് ക്വാട്ട. നമുക്കറിയാം SC കാറ്റഗറിൻ്റെ അണ്ടറിലുള്ള സബ് ക്വാട്ട ക്ലാസിഫിക്കേഷൻ. അപ്പം അതിൽ ഒരു പാനൽസ്, ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ളൊരു പാനലാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, NCST, അതുപോലെ തന്നെ NCST ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് SC കാറ്റഗറിയിലെ സബ് ക്ലാസിഫിക്കേഷൻ വന്നത് കൊണ്ട് തന്നെ ഈ NCSTയുടെ റീസെൻറ്റ് മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. NCST ഓട്ടോമാറ്റിക്കലി ഇതിനെ സമ്മതിച്ചില്ല. പക്ഷേ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് എന്താണ് NCST എന്ന്, ദാറ്റ് മീൻസ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. അപ്പോൾ നമുക്ക് ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ആർട്ടിക്കിൾസിലൊക്കെ ഫോക്കസ് എന്തായിരിക്കും, ഒന്നോ രണ്ടോ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യം വരും. ഇവിടെ നമുക്ക് ഈ ഒരു NCST സമ്മതിച്ചില്ല സബ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാനുള്ള ഒരേ ഒരു കാര്യം എന്താണ് NCST, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്താണെന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇതിൽ നിന്ന് ന്യൂസിൽ നിന്ന് എടുക്കുക, അതിനെപ്പറ്റി മാത്രം എഴുതുക. ബാക്കിയുള്ള ന്യൂസുകളും കാര്യങ്ങളൊന്നും എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, പിന്നീട് സെൻട്രൽ ഓപ്പൺസ് ആപ്ലിക്കേഷൻ പ്രോസസ് ഫോർ ഹജ്ജ് 2025. ഇവിടെ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് പുതിയൊരു ആപ്ലിക്കേഷൻ, ദാറ്റ് മീൻസ് ഹജ്ജ് സുവിധ ആക്ട്. അപ്പോൾ ഈ ഹജ്ജ് സുവിധ ആപ്പ് പ്രകാരമാണ് ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് യാത്രയാകുന്ന ആളുകളെ മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് നോക്കേണ്ടത്, പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഹജ്ജ് സുവിധ ആപ്പ് എന്താണെന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ആർട്ടിക്കിൾസ് ആൻഡ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ, അതിലുപരി നമുക്കൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു ഫ്രഞ്ച് എഞ്ചിനീയറിംഗ് കമ്പനിയുള്ള ആൽസ്റ്റോമിന് ഏകദേശം 100 വന്ദേ ഭാരത് ട്രെയിൻസ് മാനുഫാക്ചർ ചെയ്യാൻ നൽകിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 13,000 crores ടെൻഡർ ആയിരുന്നു. ഓക്കെ, ആ ടെൻഡർ പ്രകാരം 150.9 crores പെർ ട്രെയിനാണ് അവർ ഈ ഒരു ആൽസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്ന ഫ്രഞ്ച് കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്തു, 140 crores എത്തിക്കാൻ പറഞ്ഞു. ബട്ട് അറ്റ്ലീസ്റ്റ് 145 crores പെർ ട്രെയിൻസ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാനുഫാക്ചർ ചെയ്യാമെന്നായിരുന്നു കരാർ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് അത് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഈ ഒരു 3,000 crores ടെൻഡർ അവിടെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. 100 വന്ദേ ഭാരത് ട്രെയിൻസ്, എസ്പെഷ്യലി ഇത് അലൂമിനിയം ബോഡി ട്രെയിൻസ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് ലൈറ്റ് വെയിറ്റ് ആണ്, അലൂമിനിയം ബോഡി ട്രെയിൻസ് ആയിരുന്നു ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അത് റീസെൻ്റായിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ടെൻഡർ ക്യാൻസൽ ചെയ്തു. ഓക്കെ, സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ, ദ മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച് ഈസ് മേക്കിംഗ് ഡേയ്സ് ലോങ്ങർ. അപ്പം പോളാർ ഐസ് ഉരുകുന്നതിലൂടെ തന്നെ നമ്മളെ ദിവസങ്ങൾ ഇൻക്രീസ് ചെയ്യുന്നത്. ഇപ്പോൾ 24 hours ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോ എങ്ങനെയാണ് ഇത് ഇൻക്രീസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ എർത്തിൻ്റെ റൊട്ടേഷൻ കുറയണം അല്ലേ. എർത്തിൻ്റെ റൊട്ടേഷൻ കുറഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഡേയ്സ് ലോങ്ങർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, വളരെ പതുക്കെ കറങ്ങിക്കഴിഞ്ഞാൽ. അവിടെ എങ്ങനെയാണ് പോളാർ ഐസ്, ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് എക്സാഗ്രേറ്റിംഗ് ദ ക്ലൈമറ്റ് ചേഞ്ച് ഇൻക്രീസിങ് ദ മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്. ഇപ്പോൾ പോളാർ ഐസ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ തന്നെ കൂടുതൽ വാട്ടർ നമ്മുടെ സീയിലേക്ക് വരികയാണ്. അപ്പോൾ സീയിൽ വരുന്ന ഈ വാട്ടർ എങ്ങോട്ടേക്ക് പോകും, കൂടുതലും ഇക്വേറ്റർ സൈഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇക്വേറ്റർ സൈഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കൂടുതലായിരിക്കും, ഒരു ബൾജിങ് ഇവിടെ കൂടുതലായിരിക്കും അല്ലേ, കേരളത്തിൽ ബൾജിങ് കൂടുതലായിരിക്കും. സോ ഈ ഒരു ബൾജിങ് കൂടുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി എർത്തിൻ്റെ റൊട്ടേഷൻ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾസിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രം നോക്കുക. അതുപോലെ തന്നെ ഇതിൽ ലൂണാർ ടൈഡൽ ഫ്രിക്ഷൻ കൂടി പറയുന്നുണ്ട്. അപ്പോൾ എർത്തിൻ്റെ സ്പീഡ് ഏകദേശം 1.3 milliseconds/century എന്ന രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ മറ്റൊരു കാര്യം നോക്കുകയാണത് ലൂണാർ ടൈഡൽ ഫ്രിക്ഷൻ. ദാറ്റ് മീൻസ് നമ്മുടെ മൂണിൻ്റെ ഒരു ഒരു അട്രാക്റ്റീവ്, ഒരു പുള്ളിങ് ഓഫ് മൂണിൻ്റെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ എർത്തിനെ പുള്ള് ചെയ്യുന്നതും ഏകദേശം നമ്മുടെ എർത്തിൻ്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അത് മാത്രമാണ് ഈ ആർട്ടിക്കിൾ നോക്കാനുള്ളത്. എങ്ങനെയാണ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച്, അപ്പോൾ ബേസിക്കലി നോക്കേണ്ടത് ക്ലൈമറ്റ് ചേഞ്ച് ഒരു ഹൈ ലെവലിൽ എത്രത്തോളമാണ് എർത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നോക്കാനുള്ളത്. ഓക്കെ, the next article from the editorials, the shock effect of South Asia
ഏഷ്യൻ ടിമ്യൂൾട്ട്. അപ്പോൾ നമുക്ക് സൗത്ത് ഏഷ്യൻ റീജിയനിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് ടെർമോയിൽസ് നടക്കുന്നുണ്ട് അല്ലേ. അപ്പം മ്യാൻമാറിലായിക്കോട്ടെ, മ്യാൻമാറിൽ മിലിറ്ററി കൂപ്പ് നടന്നു, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ടേക്ക് ഓവർ, അതുപോലെ തന്നെ മാൽദീവ്സായിട്ടുള്ള നമ്മുടെ ഇഷ്യൂ, അതുപോലെ തന്നെ ഗോഡ്ബായ രാജപക്ഷ അതുമായി ബന്ധപ്പെട്ട ശ്രീലങ്കയിൽ നടന്നിരിക്കുന്ന ഇഷ്യൂസ്. അപ്പം അങ്ങനെ ഏഷ്യൻ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ റീജിയനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് നേപ്പാൾ ഉൾപ്പെടെ പല റീജിയൻസിലും ഒരു ഷോക്ക് എഫക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സൗത്ത് ഏഷ്യയിൽ ഒരുപാട് തരത്തിലുള്ള റാഡിക്കൽ ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ റീസെൻ്റായിട്ട് ബംഗ്ലാദേശിൽ നടന്നു, അതുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ ഇൻ ദ കേസ് ഇപ്പോൾ പലപ്പോഴും നമ്മൾ എടുക്കുന്ന ഒരു ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ആയിരിക്കും. അപ്പോൾ പൊളിറ്റിക്കൽ ഷിഫ്റ്റിൽ നിന്ന് മാറിയിട്ട് ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിലേക്ക് പോവുക. ദാറ്റ് മീൻസ് ആരാണോ അവിടെ ഇരിക്കുന്ന അധികാരത്തിൽ വരുന്നത് അവരുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ പാസ്റ്റ് കാര്യങ്ങളൊക്കെ മറക്കുക. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ ശ്രീലങ്കയിൽ ഇപ്പോൾ പുതിയൊരു മിനിസ്റ്റർ വരുന്ന സമയത്ത് ഇന്ത്യയുമായിട്ട് പണ്ട് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ വരുന്ന സമയത്ത് ഇന്ത്യയുമായിട്ട് പണ്ട് എങ്ങനെയുണ്ടായിരുന്നു, അതിൻ്റെ ബേസിൽ ഒരിക്കലും അവരുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻ ഇല്ലാതിരിക്കുക. ഒരു പ്രോപ്പറായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതൊരു ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽ വന്നാലും ആ ഒരു ടൈപ്പിൽ റിലേഷൻഷിപ്പ് ആവശ്യമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിലുപരി തന്നെ പറഞ്ഞുള്ള കാര്യം റീജിയണൽ ഗ്രൂപ്പിംഗ് ആയിട്ടുള്ള സാർക്ക് അതുപോലെ തന്നെ ബിംസ്റ്റെക് തുടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പിന് സർവൈവ് ചെയ്യാം. കൂടുതൽ ബിക്കോസ് ഇന്ത്യൻ ഓഷ്യൻ റീജിയണിൽ ഇന്ത്യയാണ് ദ ബിഗ് ബ്രദറായിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൻ്റെ ബിഗ് ബ്രദറായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു അപ്പർ ഹാൻഡ് ഇവിടെ ഉണ്ടായിരിക്കും. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. സൗത്ത് ഏഷ്യൻ റീജിയണിൽ നടക്കുന്ന ഇഷ്യൂസുകൾ എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു വ്യൂ എന്തായിരിക്കണം. ഇന്ത്യ മസ്റ്റ് ലേൺ ലെസൺ ഫ്രം ദ ചേഞ്ചസ് ഇൻ ദ മോസ്റ്റ് ഓഫ് ഇറ്റ്സ് നെയ്ബർഹുഡ്. അപ്പോൾ ഇന്ത്യയിൽ ചേഞ്ചസുകളും പഠിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ സ്റ്റെപ്പ് ഡൗൺ. ഓക്കെ, ഈ ആർട്ടിക്കിൾ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. നമ്മുടെ സെബി ചെയർമാൻ, അപ്പോൾ സെബി എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു റോബസ്റ്റ് സിസ്റ്റമാണ്. ദാറ്റ് മീൻസ് സെബി ഹാസ് പുട്ട് ഇസ് പ്ലേസ് എ റോബസ്റ്റ് സിസ്റ്റം ഓഫ് ചെക്സ് ആൻഡ് ബാലൻസ് that have constantly evolved to ensure the India's security market. ഇപ്പോൾ ഇന്ത്യയുടെ സെക്യൂരിറ്റി മാർക്കറ്റിന് ഏറ്റവും റോബസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെബി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ റീസെൻ്റായിട്ട് നടന്നിരിക്കുന്ന അലിഗേഷൻസ്, ഹിൻഡർബർഗിൻ റിപ്പോർട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ റിപ്പോർട്ട് പ്രകാരം സെബി ചെയർമാനും അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡും നടത്തിയിട്ടുള്ള ആ ഒരു ഓഫ് ഷോർ അദാനി ഗ്രൂപ്പിൻ്റെ ഷെയർ വാങ്ങിയിരിക്കുന്നതിൻ്റെയും കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ അത് പലതരത്തിലും സെബി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സെക്യൂരിറ്റി നെറ്റ്വർക്കിന് ഹാമ്പർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിന് അല്ലെങ്കിൽ സെക്യൂരിറ്റി ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ നല്ല രീതിയിൽ ഹിൻഡർ ചെയ്യുന്നതാണ് ഈ ആർട്ടിക്കിൾസിൽ പറയുന്നത്. ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ സിംഗിൾ ഡിജിറ്റ്സ്. ഇപ്പോൾ സിംഗിൾ ഡിജിറ്റ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇന്ത്യ ഒളിമ്പിക്സിൽ നമ്മൾ നേടുന്ന സ്വർണം എപ്പോഴും ഒരു സിംഗിൾ ഡിജിറ്റ് ആയിരിക്കും. ഇന്ത്യക്ക് ഒരിക്കലും ഒരു ഡബിൾ ഡിജിറ്റിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ കൂടുതലും എന്താണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സിംഗിൾ പോയിന്റ് ഓഫ് വ്യൂ മാത്രം ഫോക്കസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഒന്നോ രണ്ടോ അറ്റ്ലസിനെ മാത്രം നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നു. അപ്പം വിജയിക്കാൻ സാധ്യതയുടെ അറ്റ്ലസ് ആരാണോ അവരെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നതെന്നാണ് ഈ ആർട്ടിക്കിൾ ക്രിറ്റിക്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മറ്റ് സെക്ടേഴ്സിൻ്റെ അകത്തേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ നോൺ സീറോ പ്രസൻസ് ഇൻ ഡിസിപ്ലിൻ സച്ച് ആസ് സ്വിമ്മിങ് ആൻഡ് ജിംനാസ്റ്റിക്സ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻസും ഈ സ്വിമ്മിങ് ആൻഡ് ജിംനാസ്റ്റിക്സ് പോലെയുള്ള ഏരിയാസിൻ്റെ അകത്തേക്ക് വരുന്നില്ല. അപ്പം നമ്മുടെ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഡൈവേഴ്സിഫൈ ചെയ്യുക, അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യുന്നത് ഒരാളിൽ നിന്ന് കുറഞ്ഞ് പല ആളുകളിലേക്ക് ഫോക്കസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒളിമ്പിക്സിൽ നമുക്ക് കൂടുതൽ വിജയം നേടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. വിജയ സാധ്യതകൾ ഒന്നോ രണ്ടോ ആളുകളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾസിൽ പറയുന്നത്. ഓക്കെ, വളരെ ചെറിയൊരു ആർട്ടിക്കിളാണ്. ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഹിൻസ് ഓഫ് ദ കോർപ്പറേറ്റൈസേഷൻ ഓഫ് സയൻസ് റിസർച്ച് ഇൻ ഇന്ത്യ. അപ്പോൾ ഇതിൽ എപ്പോഴും നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസർച്ച് ഏരിയാസിലേക്ക് ഇന്ത്യയുടെ ഒരു എക്സ്പെൻഡിച്ചേഴ്സ് വളരെ വളരെ കുറവാണ്. എപ്പോഴും 0.6 to 0.7% ഓഫ് GDP ആണ് ഇന്ത്യയിൽ റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും അലോക്കേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ വളരെ കുറഞ്ഞൊരു എമൗണ്ട് മാത്രമാണ് റിസർച്ച് നമ്മൾ അലോക്കേറ്റ്. അപ്പോൾ റിസർച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, റിസർച്ച് എത്രത്തോളം കൂടുന്നോ അതനുസരിച്ച് എത്രത്തോളമുള്ള ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് വേണമെങ്കിൽ നമുക്ക് റിസർച്ച് ഇവിടെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ GDP അലോക്കേഷൻ വളരെ കുറവാണ്. ആസ് ഇൻ ദ കേസ് കമ്പയർഡ് വിത്ത് സൗത്ത് കൊറിയ അറൗണ്ട് 2% to 3% വരെ GDPയിൽ അവർ റിസർച്ചിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യാറുണ്ട്. ഇവൻ തോ ഇന്ത്യനെക്കാട്ടും ഓൺലി 1/3 ആണ് അവരുടെ പോപ്പുലേഷൻ സൈസ് എങ്കിൽ പോലും. അപ്പോൾ ഇന്ത്യ റിസർച്ച് വളരെ കുറവാണ്. ഇപ്പോൾ ഈ ആർട്ടിക്കിൾസിൽ പറയുന്ന കാര്യം ഇപ്പം റീസെൻ്റായിട്ട് ഇന്ത്യയുടെ ഒരു പ്രപ്പോസൽ എങ്ങനെയായിരുന്നു നമ്മുടെ റിസർച്ചിൽ വരുന്ന ഒരു ഫണ്ടിങ് എന്ന് പറഞ്ഞിട്ട് കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2015 ഒരു ഡെറാഡൂൺ ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ആയിരുന്നു അനുസാദൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. ഓക്കെ, 2015 ഒരു ഡിക്ലറേഷൻ്റെ ഭാഗമായിട്ട് അനുസാദൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ANRF എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അണ്ടർ ദ ANRF ആക്ട് ഓഫ് 2023.
അപ്പോൾ ഈ ANRF എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഫണ്ടിങ് ആണ് അവരുടെ ഉദ്ദേശം. അപ്പം റീസെൻ്റ് ആയിട്ട് ഗവൺമെൻറ് ഈ ഒരു കണ്ടീഷനിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ANRF വഴി ഫണ്ടിങ് കൂടുതലും ഈ സോഴ്സുകൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നായിരിക്കും. അപ്പോൾ ഗവൺമെൻറ് ഫണ്ടിങ് കുറവായിരിക്കും. അപ്പോൾ ANRF ആണ് റിസർച്ച് ആവശ്യത്തിന് ഫണ്ടിങ് നൽകുന്നത്. അപ്പോൾ ANRFന് ആര് ഫണ്ടിങ് നൽകണം? ഗവൺമെൻറ് ഫണ്ടിങ് നൽകണം, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫണ്ടിങ് നൽകണം. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് സ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പ്രൈവറ്റ് ഫണ്ടിങ്ങുകൾ ANRF കളക്ട് ചെയ്ത് വെക്കുക, ഗവൺമെൻറ് ഫണ്ടിങ് കുറവായിരിക്കും എന്നുള്ളത്. അപ്പോൾ പ്രൈവറ്റ് ഫണ്ടിങ് വരുന്ന സമയത്ത് എന്തായിരിക്കും? അപ്പോൾ കൂടുതലും ഒരു റിസൾട്ട് ഓറിയൻറ്റഡിനേക്കാൾ കൂടുതൽ വളരെ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവർ ഫണ്ടിങ് നൽകുന്നത്. കാരണം പ്രൈവറ്റ് കോർപ്പറേഷൻസ് കൂടുതലും അവരെന്തായിരിക്കും കൊടുത്തത്? അവർക്ക് കൂടുതലും ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും അവർ കൂടുതലും റിസർച്ചിന് വേണ്ടിയിട്ട് ഫണ്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഈ ആർട്ടിക്കിൾ നിങ്ങൾ വായിക്കേണ്ടത്. അത് മാത്രമാണ് ഈ ആർട്ടിക്കിൾ എങ്ങനെയാണ് നമ്മുടെ റിസർച്ചിൽ വരുന്ന ഫണ്ടിങ്, അതിൽ ANRFൻ്റെ ഒരു ഇൻഫ്ലുവൻസും കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ GDP വൈസ് നമ്മൾ എത്രത്തോളമാണ് ഫണ്ടിങ്ങിന് റിസർച്ചിന് വേണ്ടി കുറക്കുന്നത്, അത് നമ്മൾ മറ്റ് കൺട്രീസുമായിട്ട് കമ്പയർ ചെയ്ത് മാത്രം ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, എക്സ്പാൻഡിങ് ദ കോൺട്രാസെപ്റ്റീവ് ചോയ്സസ്. അപ്പം ഇന്ത്യയിലുള്ള കോൺട്രാസെപ്റ്റീവ് യൂസസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് ECPസിനെ പറ്റി പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് അതിന് WHO അതിന് സേഫ് അംഗീകാരം നൽകിയിട്ടുണ്ട്. അൺസേഫ്, ഓക്കെ, ഒരിക്കലും ഒരു ഹെൽത്ത് റിസ്കുകൾ ഉണ്ടായിരിക്കില്ല. ECPs എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എമർജൻസി ഹെൽത്ത് റിസ്കുകൾ ഉണ്ടായിരിക്കില്ല വുമൻസിന് ഒരിക്കലും എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് WHO പറഞ്ഞിരുന്ന കാര്യമാണ്. ഹെൽത്ത് ഓർഗനൈസേഷൻ ഓക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതിൽ ECPയുടെ യൂസേജ്, ദാറ്റ് മീൻസ് എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസിൻ്റെ യൂസേജ് ഏകദേശം 35 മില്യൺസ് വരെ ഇൻക്രീസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അതിൽ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12% ആണ്. അപ്പം അത് എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ് യൂസ് ചെയ്യുന്നത് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. അതിൽ വേറെ ഇഷ്യൂസുകളൊന്നും വരുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പോസിറ്റീവ് സൈനായിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയുന്നത്. ഓക്കെ, സോ ഇതിൽ പ്രൈവറ്റ് സെക്ടർ ആൻഡ് പബ്ലിക് സെക്ടറിലൊരു പാർട്ടിസിപ്പേഷൻ ജസ്റ്റ് പറയുന്നുണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും അവർ ECPs ആൻഡ് അതർ ബാരിയർ മെത്തേഡ്സുകളൊക്കെയാണ് കോൺട്രാസെപ്റ്റീവ് ആയിട്ട് പറയാറുള്ളത്. ദാറ്റ് മീൻസ് ഈ ഒരു എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസും അതുപോലെ തന്നെ ബാരിയർ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് പബ്ലിക് സെക്ടർ ആണെങ്കിൽ കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത് ഫാമിലി പ്ലാനിങ് സെക്ടേഴ്സിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. Okay, so ഓക്കെ, സോ നമുക്ക് PDF ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഓക്കെ എന്ന് തോന്നുന്നു. സോ എനിവേ ഈ ഒരു ആർട്ടിക്കിൾസിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സുമായി ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങളായിരുന്നു. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റാണ്
ലെവോനോ ജസ്ട്രിയൽ 1.5 mg എന്നിട്ടുള്ളത്. അത് നമ്മുടെ നാഷണൽ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ മെഡിസിൻ്റെ അകത്ത് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നാഷണൽ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ മെഡിസിൻ എന്നുള്ള കാര്യങ്ങളും കൂടി ഫോക്കസ് ചെയ്യാം. ഓക്കെ, സോ പിന്നീട് നമ്മുടെ ഫാമിലി പ്ലാനിങ് ഡിമാൻഡ്. ഇപ്പോൾ കറൻ്റ്ലി മാരീഡ് വുമൻസ് ഫ്രം 15 to 49 ഇയേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഫാമിലി പ്ലാനിങ്, ഇപ്പോൾ വുമൻസിന് ഫാമിലി പ്ലാനിങ് ആവശ്യമായിട്ടുണ്ടെന്നാണ് അവർ പറയാറുള്ളത്. 66% ആളുകളിൽ ഒരു ഹൈക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. But the unmet need for family planning decreased from 13% in 2015 to 9% in 2019 and 21. Okay, that means family planning വേണ്ട എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ എണ്ണത്തിൽ നിന്നൊക്കെ 13% നിന്ന് 9% കുറഞ്ഞു. അതിൽ ഫാമിലി പ്ലാനിങ് ആവശ്യമായിട്ട് എടുക്കുന്ന ആളുകളുടെ നിന്ന് ഏകദേശം 66% നിന്ന് 76% എത്തിയെന്നാണ് പറയുന്നത്. ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ ദ പ്രോബ്ലം ഓഫ് ലാൻഡ് സ്ലൈഡ്സ് ഇൻ കേരള. ഇപ്പോൾ കേരളത്തിലെ ലാൻഡ് സ്ലൈഡ് സിറ്റുവേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാനുള്ള ഒരേ കാര്യം ഡോപ്ലർ റഡാർസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം റീജിയൺ വൈസ് ഇവിടെ ഡോപ്ലർ റഡാർസ് ഇല്ല. അതുപോലെ തന്നെ ഇത്രയും ഈ ഫ്രജൈലായിട്ടുള്ള എക്കോസിസ്റ്റം, വെസ്റ്റേൺ ഗൾഫിൽ ഫ്രജൈലായിട്ടുള്ള എക്കോസിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇത്ര അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് പലപ്പോഴും ഇതിന് ഈ ഒരു അൺപ്രസിഡന്റ് സിറ്റുവേഷൻസിന് കാരണമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ കോഴിക്കോട് ഡോപ്ലർ റഡാർ സിസ്റ്റത്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്താണ് ഡോപ്ലർ വെതർ റഡാർ സിസ്റ്റം, അതെങ്ങനെയാണ് ഏർലി വാർണിംഗ് സിസ്റ്റം നൽകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡോപ്ലർ വെതർ സിസ്റ്റത്തിനെ പറ്റി മാത്രം നോക്കുക. അതുപോലെ തന്നെ കേരളത്തിൽ മാത്രം സ്പെസിഫിക്കലി ഇവിടെ കില അല്ലെങ്കിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കൊടുത്തിരിക്കുന്ന ഒരു ഗൈഡൻസുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് പഞ്ചായത്ത് ലെവലിൽ എങ്ങനെയാണ് ഈ ഡിസാസ്റ്റർ റെസ്പോൺസ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ. അത് സാധാരണ എല്ലാവരും കേരളത്തിലാണെങ്കിൽ എടുക്കാറുണ്ട്. അത് മറ്റ് സ്റ്റേറ്റ്സിനും ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ മാത്രമാണ് ആ ഒരു ആർട്ടിക്കിളിൽ നിന്ന് ജസ്റ്റ് നോക്കാനുള്ളത്. കേരളത്തിലെ വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂസുകൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി നമുക്ക് ആ 2 ആർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ. പിന്നീട് വരുന്നൊരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഡൽഹി ബേസിൽ നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. നമുക്കറിയാം ഡൽഹിയിൽ ഇപ്പം റീസെൻ്റായിട്ട് MCD അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി അവരെ ബന്ധപ്പെട്ടിരിക്കുന്ന ചെറിയ ഇഷ്യൂസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സിന് കൂടുതൽ പവേഴ്സ് നൽകുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൂടുതൽ പവേഴ്സ് വരുന്നത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൂടുതൽ പവേഴ്സ് വരുന്ന കാര്യങ്ങളാണ്. സോ അത് ഈ ഒരു ടെക്സ്റ്റ് ആൻഡ് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾസിലുണ്ട്. നമുക്ക് ആർട്ടിക്കിൾസ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. എനിവേ, അതാണ് നമ്മുടെ ഫൈനൽ ആർട്ടിക്കിൾ. മറ്റെന്തെങ്കിലും ആർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഈ ഒരു ന്യൂസ് പേപ്പർ ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് തരാം. ഈ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ മതി. നമ്മൾ ഏതെങ്കിലും ആർട്ടിക്കിൾസ് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പം വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ഈ ഒരു നമ്പർ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, എനിവേ, താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.